നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ റീസർവേ അളവ് 10 ലക്ഷത്തിലേക്ക്. ചെങ്ങറ പുനരധിവാസ പദ്ധതി. പട്ടികജാതി വിഭാഗ ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകണം. ചങ്ങനാശ്ശേരി കുറിച്ചി വില്ലേജിൽ കുളം തോട് പുറമ്പോക്കിലെ 84 കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകാൻ ഉത്തരവ്. തിരുവനന്തപുരം കവടിയാർ വില്ലേജിലെ കേരകുളത്തിൻകരയിലെ 20 കൈവശക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്നതിന് സർക്കാർ ഉത്തരവായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേ അളവ് 10 ലക്ഷം ഹെക്ടറിലേക്ക് മുന്നേറുന്നു. 2022 മുതൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ 3 ഘട്ടങ്ങളിലായി സർവേ നടപടികൾ ആരംഭിച്ച 639 വില്ലേജുകളിൽ, ഫീൽഡ് സർവേ ആരംഭിച്ച 560 വില്ലേജുകളിലെ 123 വില്ലേജുകളിൽ സർവേ നടപടികൾ പൂർത്തിയാക്കി. സർവേ അതിരടയാള നിയമത്തിലെ 13 വിജ്ഞാപനം പുറപ്പെടുവിച്ച് രേഖകൾ റവന്യൂ ഭരണത്തിന് കൈമാറി. 241 വില്ലേജുകളിൽ സർവേ പൂർത്തിയാക്കി. ഇതിനകം 9-2 വിജ്ഞാപനം പുറപ്പെടുവിച്ച് 13 വിജ്ഞാപനം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതുവരെ 9,24,532.1 ഹെക്ടർ ഭൂമി അളന്നു കഴിഞ്ഞു. 67,58,367 ലാൻഡ് പാഴ്സലുകളിലായാണ് അളവ് നടന്നത്. മാർച്ച് മാസത്തോടെ ഡിജിറ്റൽ സർവേയിൽ 10 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ അളവ് പൂർത്തിയാക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ചെങ്ങറ പുനരധിവാസ പദ്ധതി. പട്ടികജാതി വിഭാഗ ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകണം. ചെങ്ങറ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ ഭൂമി ചെങ്ങറ പുനരധിവാസ പാക്കേജ് പ്രകാരം അർഹരായ ഗുണഭോക്താക്കൾക്ക് പതിച്ചു നൽകുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ ആദിവാസി പുനരധിവാസ വികസന മിഷൻ TRDM മുഖേന പട്ടികവർഗ വിഭാഗക്കാർക്ക് വിതരണം ചെയ്ത ശേഷം ബാക്കിയുള്ള 63.6 ഏക്കർ ഭൂമി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അർഹരായ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നു. പ്രസ്തുത ഭൂമി സ്വീകരിക്കാൻ സന്നദ്ധരായ ചെങ്ങറ പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗ ഗുണഭോക്താക്കൾ ഫെബ്രുവരി 9 മുതൽ 13 വരെയുള്ള തീയതികളിൽ അവർക്ക് സൗകര്യപ്രദമായ ജില്ലയിലെ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടർ LR ഓഫീസിൽ ഹാജരായി സമ്മതപത്രം നൽകണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അറിയിച്ചു. ചങ്ങനാശ്ശേരി കുറിച്ചി വില്ലേജിൽ കുളം തോട് പുറമ്പോക്കിലെ 84 കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകാൻ ഉത്തരവ്. റവന്യൂ വകുപ്പ് റീസർവേ റെക്കോർഡുകളിൽ കുളം പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയത് മൂലം ചങ്ങനാശ്ശേരി താലൂക്കിൽ കുറിച്ചി വില്ലേജിൽ ബ്ലോക്ക് 1-ൽപ്പെട്ട എണ്ണക്കാച്ചിറ, പുലിക്കുഴി, കുളം പുറമ്പോക്കുകൾ കുളത്തിന്റെ അതിർത്തിയിൽ നിന്നും 3.217 മീറ്റർ അകലം വിട്ട് തരിശായി ഇനം മാറ്റി അർഹരായ കൈവശക്കാർക്ക് പതിച്ചു നൽകുന്നതിന് ഭൂമി പതിവ് അധികാരിയായ തഹസിൽദാരെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവായി. ബ്ലോക്ക് 1-ൽ റീസർവേ നമ്പർ 310/1-ൽപ്പെട്ട എണ്ണക്കാച്ചിറ കുളം പുറമ്പോക്കിൽ 1.7895 ഹെക്ടറിൽ 64 കുടുംബങ്ങൾക്കും, റീസർവേ 369/2-ൽ ഉൾപ്പെട്ട പുലിക്കുഴി കുളം പുറമ്പോക്കിൽ 0.4932 ഹെക്ടറിൽ 24 കുടുംബങ്ങൾക്കും പതിച്ചു നൽകും. ഈ കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിൽ കുറിച്ചി ഗ്രാമപഞ്ചായത്തിന് എതിർപ്പില്ല എന്ന തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു. കൈവശ ഭൂമി ഡിജിറ്റൽ സർവേ നടത്തി പതിച്ചു നൽകാവുന്ന തരിശു ഭൂമിയായി ഇനം മാറ്റി പട്ടയം അനുവദിക്കാൻ സാധിക്കുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. തിരുവനന്തപുരം കവടിയാർ വില്ലേജിലെ കേരകുളത്തിൻകരയിലെ 20 കൈവശക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്നതിന് സർക്കാർ ഉത്തരവായി. തിരുവനന്തപുരം താലൂക്കിൽ കവടിയാർ വില്ലേജ് ബ്ലോക്ക് നമ്പർ 10 റീസർവേ നമ്പർ 1-ൽ ഉൾപ്പെട്ടതും BTR-ൽ കുളം പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയ MG കോളേജിന് സമീപം കേരകുളത്തിൻകര KKR നഗറിലെ ഭൂമി 20 കൈവശക്കാർക്ക് പതിച്ചു നൽകുന്നതിന് സർക്കാർ ഉത്തരവായി. അപേക്ഷകരെല്ലാം 30 വർഷത്തിലധികമായി പ്രസ്തുത ഭൂമി കൈവശം വെച്ച് താമസിച്ചു വരുന്നതും അപേക്ഷകർക്ക് മറ്റൊരിടത്തും ഭൂമി ഇല്ലാത്തതുമാണ്. ഭൂമി പതിച്ചു നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് തിരുവനന്തപുരം നഗരസഭ നിരാക്ഷേപ പത്രം നൽകിയിട്ടുള്ളതാണ്. രേഖകളിൽ കുളം പുറമ്പോക്ക് എന്നത് തരിശ് എന്ന് ഇനം മാറ്റി കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് ജില്ലാ കളക്ടർക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.